ഫോർ ദ ഫസ്റ്റ് ടൈം മാധവിക്, വീട്ടിൽ അറിയാണ്ടാണ് ഞാൻ ഇത്രയും ദൂരം പോന്നിരിക്കുന്നത്. എനിക്ക് പേടിയാകുന്നു. നമുക്ക് വേഗം പോവാട്ടോ. അവന്തിക പ്ലീസ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്രയും ദൂരം ലോങ് റൈഡ് അടിച്ച് ഇതുപോലത്തെ ഒരു സൈലൻ്റായ എൻവയൺമെൻറ്റിൽ നിൻ്റെ കൂടെ കൈപിടിച്ചിരിക്കണമെന്നത്. കുറച്ചു നേരം ഇരിക്കാം, എന്നിട്ട് നമുക്ക് പോകാം. ഡോണ്ട് പാനിക്. അവിടെ തലക്കടിച്ച് വലിച്ചുകൊണ്ടോടാ മച്ചാനെ. ശരി മച്ചാനെ, അവളുടെ തലക്ക് ഞാനടിക്കാടാ. ഹലോ ആദിക്, ഇറ്റ്സ് മീ സഞ്ജയ്. ടുഡേസ് ദ ഡേ. ഇന്ന് അവന്മാർ രാവിലെ 10 മണിക്ക് റിലീസാവും. അവന്മാരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവന്മാർ അവിടെ കാണും. നമ്മുടെ അവന്തികയ്ക്ക് വേണ്ടി നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഗോ ആൻഡ് ഗെറ്റ് ദം.
അദിക്, സഞ്ജയ് ഹിയർ. ദ മാറ്റർ ഈസ് ഗെറ്റ് സീരിയസ് മാൻ. നീയാണ് രണ്ടുപേരെ കൊന്നെന്ന് പാസ്റ്റർ അറിഞ്ഞു. അവൻ നിൻ്റെ വരവ് നോക്കി കാത്തിരിപ്പുണ്ട്. നീ എന്തായാലും വരുമെന്ന് അവനറിയാം. അവൻ കൊച്ചിന്ന് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവനെ കൊല്ലണ്ട പ്ലീസ്. അവൻ ചാകണം, ചത്ത് മണ്ണടിയണം, എന്നാലേ എൻ്റെ ഉള്ളിലെ തീ അടങ്ങും. അദ്വിക്, ഞാൻ പറഞ്ഞു നോക്കൂ പ്ലീസ്. സഞ്ജയ് പ്ലീസ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. അവന്തിക എൻ്റെ പെണ്ണായിരുന്നു, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു. അതുകൊണ്ട് പ്ലീസ്, ഭാസ്കറിൻ്റെ ലൊക്കേഷൻ എനിക്ക് വേണം. അവനെ ഞാൻ ഇന്ന് തന്നെ കൊല്ലണം. നിന്നെ പോലെ ഒരുത്തൻ അവൾ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിരുന്നു. പക്ഷേ ദൈവം അതിന് സമയം കൊടുത്തില്ല. എനിവേ, ഐ സെൻഡ് ദ ലൊക്കേഷൻ മാൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എല്ലാരും പറഞ്ഞത് നീയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്നത്. പക്ഷേ ഞാനാണ് നിനക്ക് വേണ്ടി കാത്തിരുന്നത്. അവളെ പിച്ചി ചീന്തിയപ്പോ തന്നെ നിന്നെയും തീർക്കണമായിരുന്നു. നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം, പക്ഷേ അതിനു മുമ്പ് നിന്നെ ഞാൻ എടുത്തിരിക്കും. എനിക്ക് ഇനി ജീവിക്കണ്ട. നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം ഇനിയുണ്ടാവില്ല. നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് പറ്റില്ല. അതിനേക്കാളും വലുത് ഈ സമൂഹം എന്നെ അറപ്പോടും വെറുപ്പോടും കൂടിയാ കാണുന്നത്. പിന്നെ എല്ലാവരും ഒരു സിമ്പതിയോട് കൂടിയാ എന്നെ നോക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. അത് ഞാൻ മടുത്തു. എന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചു അദിക്. നിന്റെ കൈകൊണ്ട് തന്നെ ഈ ജീവിതം അദിക്. അദിക്